തമസിന്റെ മറവിൽ മെല്ലെ തല ഉയർത്തി നോക്കിയപ്പോൾ അതാ അങ്ങകലെ കിഴക്കൻ മല. പ്രകൃതിയിൽ ഒരു പ്രഭാതം കൂടി വിരിയുന്നു. വർണ്ണരശ്മികൾ മണ്ണിലെ ചന്ദനമണിയിക്കുമ്പോഴും എന്തേ ആ ഭാഗത്ത് നിന്ന് മുഴങ്ങിക്കേക്കുന്ന മന്ത്രധ്വനി കേൾക്കുന്നില്ല? കരിഞ്ഞ പുകപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയരുന്നു. കത്തിക്കറിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. അവിടെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. അതാ ഒരു യുവാവ്. അയാളെ കഴുത്തറ്റ ഭൂമിയിൽ മൂടിയിരിക്കുന്നു. ഉമിത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഉമിത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മുഖത്തെ പ്രസന്നത, ആ കണ്ണത്തിൽ നിന്ന് യാതൊരു ഇടർച്ചയുമില്ലാതെ ഇപ്പോഴും വമിക്കുന്നു കാവ്യധാര. അശ്വേത്യ കുബേരുനാമ. അതിന് ചുറ്റും നിൽക്കുന്ന യുവാക്കൾ ആ കാവ്യനാദങ്ങളെ അക്ഷരങ്ങളായി ആലേഖനം ചെയ്യുന്നു. അവരുടെ കണ്ണുനീർ തുള്ളികൾ വീണ് ആ കാവ്യ ഓലകൾ നനഞ്ഞു കുതിരുന്നു. ആരാണ് ആ യുവാവ്? എന്താണ് അയാളുടെ കഥ? പ്രിയരെ, ഞാൻ അവതരിപ്പിക്കുന്നു ചിതയിൽ നിന്നൊരു കവിത. മതി മതി, ഇനി ആരും മിണ്ടരുത്. കണ്ടില്ലേ ഗുരുനാഥൻ എഴുതാനുള്ളത്? നീണ്ടു വളർത്തിയ താടി, കുടുംബ കെട്ടിയ മുടി, നീണ്ടു നിവർന്ന കണ്ണുകൾ, നീണ്ട നാസിക, ആത്മജ്ഞാനത്തിന്റെ തേജസ്വിനിയായ മുഖഭാവം. ഗുരുനാഥൻ അടുത്തെത്തി. നിശ്ചലം നിശബ്ദം ഒരു നിമിഷം നിർജ്ജലീയതന്നു പോയി അകലെയെങ്ങോ. പ്രണാമമർപ്പിച്ച ശിഷ്യരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ഗുരുനാഥൻ പീഠത്തിൽ ഇരുന്നു. ഗുരു ഒരു ശ്ലോകം ചൊല്ലി. ഇനി ആരെങ്കിലും ഇതിനർത്ഥം പറയൂ? ഇല്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ ഗുരു മുൻപിലിരിക്കുന്ന ഒരു കോമളനായ ബാല്യം നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രഭാകരൻ. അതെ, പ്രഭാകരൻ, അതാണ് അവന്റെ പേര്. പേരിന് അനുയോജ്യമായ രൂപം, സംശയമില്ല. പ്രഭാകരൻ എഴുന്നേറ്റ് ഭവ്യതയോടെ തൊഴുതു നിന്നു. അർത്ഥം പറയൂ. പ്രഭാകരൻ അർത്ഥം പറഞ്ഞു. പക്ഷേ കുറച്ച് പിശക് പറ്റി. ഗുരുവിന് ദേഷ്യം വന്നു. കയ്യിലിരിക്കുന്ന ചുരുൾവടി കൊണ്ട് അവന്റെ തുടയിൽ ആഞ്ഞടിച്ചു. ഇരിക്കവൾ. ഗുരു മറ്റൊരു കുട്ടിയോട് ചോദിച്ചു. അറിയില്ല ഗുരു, എനിക്കറിയില്ല. എന്ത്? അറിയില്ലെന്നോ? ഇരിക്കവൾ, പറഞ്ഞു തരാം. ഇത് എന്ത് ന്യായം? ഇത് എന്ത് നീതി? പ്രഭാകരൻ അർത്ഥം പറഞ്ഞപ്പോൾ കുറച്ച് പിശക് പറ്റി. ഗുരു അവനെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും അറിയാത്ത കുട്ടിയെ ഗുരു ശകാരിച്ചതുമില്ല, അടിച്ചതുമില്ല. ഈ ഗുരുവിന്റെ പ്രവൃത്തിയിൽ ഒരുപക്ഷെ പ്രഭാകരന്റെ മനസ്സ് വേദനിച്ചാൽ പോലും കുറ്റപ്പെടുത്തുവാനാകുമോ കാലന്റെ ചിത്രം വിഷാദിച്ചു പോരാ. ശിക്ഷിച്ചിടാം ഗുരുനാഥനെന്നാകിലും പക്ഷഭേദം ഇതു നീതിയെന്നോ. ഇത് ഒരു ദിനമല്ല, പല ദിനങ്ങളായി ആവർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സഹപാഠികളുടെ മുമ്പിലുള്ള ഗുരുവിന്റെ അവഹേളനം അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. അതാ നോക്കൂ, പ്രഭാകരൻ വളർന്ന് ഒരു യുവാവായി മാറിയിരിക്കുന്നു. ഒരു ദിവസം അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു സംശയം. അവൻ ചോദിച്ചു, ഗുരുദേവ, എനിക്കൊരു സംശയം. പറയൂ. അവൻ അവന്റെ സംശയം പറഞ്ഞു. എളുപ്പ വിട്ടി, ഇനിയും നിനക്കത് അറിയാറായില്ലേ? കയ്യിലിരിക്കുന്ന ചൂരൽവടി കൊണ്ട് അവന്റെ തുടയില്ല ഞാൻ അടിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ പ്രഭാകരൻ ഓടി ഒളിച്ചു.
തട്ടിൽ കയറി ഇരിപ്പാൻ. ഗുരു എത്തുന്ന സമയത്തിനായി അവൻ കാത്തിരുന്നു. ഇന്ന് ഞാൻ ഗുരുവിന്റെ കഥ കഴിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഗുരുപത്നിയുടെ വാക്കുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് ഇന്ന് അത്താഴം കഴിക്കാത്തത്? നമുക്ക് വിശപ്പില്ല. നാം ഇന്ന് പ്രഭാകരനെ കണക്കിലേറെ തല്ലി. എന്തിനാണെന്ന് അവനെ ഈ വിധം ശിക്ഷിക്കുന്നത്? ഇത്രയും നല്ല ശിഷ്യൻ അങ്ങക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു അന്യകുട്ടിയായിരുന്നിട്ട് പോലും. വാക്കുകൾ തീരുന്നതിന് മുമ്പേ ഗുരു തടഞ്ഞു. ഇല്ല പ്രഭാകരൻ, അവനെനിക്കൊരു അന്യകുട്ടിയായി തോന്നിയിട്ടില്ല. സത്യത്തിൽ നമ്മുടെ ശ്രീമന്തപുത്രനേക്കാൾ എനിക്ക് സ്നേഹവും വാത്സല്യവും അവനോടാണ്. എന്റെ പ്രഭാകരൻ ഇന്നല്ലെങ്കിൽ നാളെ ലോകൈക വിദ്വാനാകുന്നതിൽ സംശയമില്ല. ഞെട്ടിത്തെറിച്ചു പോയ പ്രഭാകരൻ അവന്റെ കയ്യിലിരിക്കുന്ന കല്ല് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഉരുവിട്ടു. മാപ്പ് ഗുരുദേവ, മാപ്പ്. മാപ്പെന്ന രണ്ടക്ഷരം യാചിക്കുന്നു പാപഭംഗീലൻ ശിഷ്യൻ പാദങ്ങൾ പൂജിക്കുന്നേ. നേരം പുലരാറായി. കളമാടി കിളിപാടി നാദം പൂപാലം കഥവീശി മഴവീണ് മൗനം ചുരന്നു. കുളിരലയിൽ തഴുകി വരും പുലർവായുതേ തളിരിലയിൽ തഴുകിയോതി പ്രണയമന്ത്രണം. ഗുരുമാളികയോട് ചേർന്നാണ് സഭാമണ്ഡലം. ഉദയസൂര്യൻ എന്ന പോലെ പ്രഭാകരൻ സഭയിലേക്ക് കടന്നു ചെന്നു. സഭാധികാരി തിരക്കി. എന്തു വേണം? ഒരു ശിഷ്യൻ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു ഗുരുവിനെ വധിക്കാൻ ശ്രമിച്ചാൽ അവന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അവൻ ഉമിത്തിയിൽ നീറി നീറി മരിക്കണം. ഉടനെ തന്നെ ചിതയൊരുക്കി 4 ഭാഗത്തും തീ വെച്ചു. ഇതറിഞ്ഞ ഗുരു അവിടേക്ക് ഓടിച്ചെന്നു. ഹരിത പ്രഭാകര, ഹരിത, ഈ സാഹസത്തിൽ നീ പിന്തിരിയും. സ്നേഹനിധിയായ ശിഷ്യനെ പിന്തിരിപ്പിക്കാൻ ഗുരുവിന് സാധിക്കില്ലെന്ന് മനസ്സിലായി. അവൻ ചോദിച്ചു, ഗുരുദേവ, ഞാൻ ഇതുവരെ അങ്ങേയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല. ഈ അവസാന നിമിഷത്തിലെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങേക്ക് നൽകാൻ? ഉണ്ട്, നിനക്ക് നൽകാനുണ്ട്. അപ്പോൾ തന്നെ ആ കണ്ടത്തിൽ നിന്ന് യാതൊരു രഹസ്യമില്ലാതെ വമിക്കാൻ തുടങ്ങി കാവ്യധാര. അശ്വേത്യ കുബേരുനാമ. കണ്ടത്തിലേക്ക് തീ ആളിപ്പടരുമ്പോഴും യാതൊരു രഹസ്യമില്ലാതെ ഇപ്പോഴും വമിക്കുന്നു കാവ്യധാര. അശ്വപ്രിയേ ആ കണ്ടത്തിലേക്ക് തീയാളിപ്പടം. ഇവിടെ ഒരു കവിയുടെ നാദവും താളവും വിളിച്ചു. സ്നേഹമുള്ളവർ, ഇത് ഒരു കഥ മാത്രമല്ല. കാലം തൂലികയിൽ ഇതിഹാസങ്ങൾ രചിച്ചതുമല്ല. കഥ ഒരു കാവ്യത്തിന് കവിവരൻ അർപ്പിച്ച കഥനത്തിൽ ചാലിച്ച ഗുരുഭക്തി തൻ കഥ. ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത അനുസ്മരിപ്പിക്കുന്ന ഈ കഥ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ ജ്വലിപ്പിച്ചു എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.